കേരളം ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ലോകം പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് 2 രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. ഈ ചടങ്ങിലേക്ക് ഞങ്ങളിവിടുന്ന് ആലോചിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ: കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ, കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, പിന്നീട് കേരളത്തിലെ പോർട്ട് മിനിസ്റ്റർ, കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ജി ആർ അനിൽ, മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ, പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, എം പിമാരായ ശശി തരൂർ, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, എ ആർ റഹീം, അഡ്വക്കേറ്റ് എൻ വിൻസെൻ്റ് MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി, ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരൺ അദാനി, ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം? ഇല്ല, ഇപ്പം ഇദ്ദേഹത്തെ വിളിക്കണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിച്ചു. PM-ൻ്റെ ഓഫീസ് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയും നമ്മൾ കേൾക്കണ്ടേ? പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിലാരൊക്കെ പ്രസംഗിക്കണം, ആരുടെയൊക്കെ പേര് വയ്ക്കണമെന്ന് അവസാന വാക്ക് അവരുടേതാണ്, നമ്മുടേതല്ല. നമ്മൾ ആഗ്രഹമുള്ളവരുടെ താല്പര്യപ്രകാരം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇല്ല, നമുക്ക് ഇപ്പം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ചെലവിൽ നടക്കുന്നതിന് വാർഷികം എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ല, പ്രധാനമന്ത്രി വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. മുമ്പ് ഈ MS പറഞ്ഞൊരു വാചകമുണ്ട്, അവരവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല. ഈ കാര്യത്തിൽ ഞാൻ അതിൻ്റെ A to Z കാര്യം നിങ്ങളോട് പറഞ്ഞു. ഒരു സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ടാണ് ഞാൻ കൃത്യമായി ഫിഗർ സഹിതം എഗ്രിമെൻറ്റിലെ കരാറിൽ ഉള്ളടക്കത്തിൽ എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ വിശദീകരിച്ചത്. അത് വരും, അത് സ്വാഭാവികമായിട്ട് വന്നോട്ടെ. അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ വരും, നിങ്ങളത് പരിശോധിച്ചു. ഇല്ലില്ല, ഒരു കടിപിടിയും കേന്ദ്രം ഇതിനകത്ത് വേറെ കടിപിടിയുടെ ഒരു കാര്യം പറയാം. നമുക്ക് VGF തന്നിട്ടില്ലെന്ന് മാത്രമേ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നമുള്ളൂ.